ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു പൈനാപ്പിൾ സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഭയങ്കര ടേസ്റ്റുള്ളൊരു സാലഡാണ്. നമുക്കിത് വെറുതെ കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. ചോറ്റിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വെള്ളച്ചോറ്റിൻ്റെ കൂടെ, അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു സാലഡാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് നമ്മളെ പൈനാപ്പിളും സവാളയും തക്കാളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പിന്നെ ഉപ്പാണ് കേട്ടോ ഇട്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് യോഗട്ടൊക്കെ ഒഴിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിച്ചാൽ വയറ് ഫില്ലാവുകയും ചെയ്യും. സാലഡ് റെഡിയാക്കാനായിട്ട് ഒരു കഷ്ണം പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് റെഡിയാക്കി ഉടനെ കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടതിന് ശേഷം മിക്സ് ചെയ്താൽ മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഉപ്പിട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അനാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൊളിച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുക്കമ്പറും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ സാലഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഫുഡിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാലഡാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു സാലഡ് കൂടിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് വരുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.